ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിങ്ങിലാണ്. അതെന്തുകൊണ്ടാണെന്നോ, നാളെ ഒരു പരിപാടിയുണ്ട്. അതിലൊരു ഡാൻസ് അവതരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഏത് പാട്ടാണെന്നോ സെലക്ട് ചെയ്ത്, അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകപ്പാടവരമ്പിൽ വെച്ചോ, ഈ കലാഭവൻ മണിയുടെ പാട്ടാണ് അതിനുവേണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ നല്ല രസമാണ്, പാട്ട് കേൾക്കാൻ അതിലേറെ രസം. കലാഭവൻ മണിയാണ് അതിൻ്റെ ലിറിക്സ്, ട്യൂണെല്ലാം. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, അദ്ദേഹം മരിച്ചിട്ട് 10 വർഷത്തിലധികമായി. ഇപ്പോഴും എത്രയോ പേരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ജീവിതകാലത്ത് എന്നെന്നും മനുഷ്യരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ നമുക്ക് എങ്ങനെ നന്ദി ഫീൽ ചെയ്യാണ്ടിരിക്കുമല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ. നിങ്ങൾ ഒരാളോട് ഒരു കാര്യം ചെയ്തു തരാൻ ആവശ്യപ്പെട്ടു, അദ്ദേഹം അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും അത് ചെയ്തു തരുന്നില്ല. അപ്പോൾ സാധാരണ എന്ത് ചെയ്യും? ചില ആളുകൾ അങ്ങോരോട് ഒരു കാര്യം പറഞ്ഞിട്ട് അതുപോലും ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. വേറെ ചിലർ വിട്ടുകളയും, അങ്ങോർക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ചിലരുണ്ട് കേട്ടോ, ഇത് നടത്തിയെടുക്കാനുള്ള വഴി അവർക്കറിയാം. അത് വളരെ സിമ്പിളാണ്. ഫോളോ അപ്പ് ചെയ്യുക. ചോദിക്കുവിൻ തരപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ? ഇന്നത്തെ കണ്ടന്റിനും അങ്ങനെ ഒരു കാരണമുണ്ട്. ചില ആളുകൾ ഈ ടോപ്പിക്സ് എനിക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സജീവ് എന്നാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടത്. സജീവ് സജസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് പെരുമാറ്റത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച യോഗയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാം. അപ്പോൾ എൻ്റെ എപ്പിസോഡ് ഇടേണ്ട ദിവസവും ജൂൺ 21 അപ്പോൾ പിന്നെ അതിനെപ്പറ്റി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് സജീവ് വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പെരുമാറ്റത്തെക്കുറിച്ച് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് മാഡം ഇതുവരെ ഇട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു അതിട്ടിട്ട് തന്നെ കാര്യം. ഫോളോ അപ്പ് എപ്പോഴും വളരെ പവർഫുള്ളാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ആളുകൾ തിരക്കിനിടയിൽ പലതും മറന്നുപോകും. അവർക്ക് ചെയ്തു തരാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ വിട്ടുപോകും. അപ്പോൾ ആവശ്യക്കാരൻ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്ത് അത് നടത്തണം. എന്തായാലും പെരുമാറ്റത്തെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നേരത്തെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു തവണ കൂടി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെരുമാറ്റം. വ്യക്തിപരമായ ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും സാമൂഹ്യ ജീവിതത്തിലും ഇത്രയധികം സ്വാധീന ശക്തിയുള്ള വേറൊരു സംഗതി ഇല്ല. പെരുമാറ്റത്തിലൂടെയാണ് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നത്. നമ്മളെ എത്ര നല്ല ആളായിട്ടും കാര്യമൊന്നുമില്ല. അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ശുദ്ധനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ പെരുമാറ്റം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പെരുമാറ്റം എന്ന് വെച്ചാൽ എന്താ? പെരുമാറ്റം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിക്കും, നമ്മളെ തന്നെ സ്വാധീനിക്കും. അതുകൊണ്ട് നല്ല പെരുമാറ്റം എന്ന് വെച്ചാൽ നമ്മുടെയും മറ്റുള്ളവരുടെയും ബെസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പെരുമാറ്റ രീതി. ചില ആളുകൾ നല്ല പെരുമാറ്റം എന്ന് പറയുമ്പോൾ പീപ്പിൾ പ്ലീസിങ് പെരുമാറ്റത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അങ്ങനെയല്ല. നമുക്ക് ശരിക്കും ഒരു ബിഹേവിയറൽ ട്രെയിനിങ് ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അക്കാര്യത്തിൽ അധികം ശ്രദ്ധിക്കാറില്ല. പെരുമാറ്റമൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന ഒന്നാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല പെരുമാറ്റമില്ലേ, അതൊരു സ്കില്ലാണ്. നമ്മളിതിനകം ആർജിച്ച ചില പെരുമാറ്റ രീതികളുണ്ട്, പക്ഷേ അത് വേണ്ട രീതിയിലാകാത്തതിൻ്റെ കാരണം അത് ഒരു സ്കില്ലായിട്ട് കണ്ട് അതിന് വേണ്ട ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തപ്പോൾ കൂടെയുള്ളവരെല്ലാം വിദേശികളായിരുന്നു കേട്ടോ. അന്നാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അവരെല്ലാവരും പെരുമാറുമ്പോഴേ എന്ത് രസമാണെന്നറിയാം. അവരുടെ കൂടെ ആയിരിക്കാൻ നല്ല രസമാണ്. കാരണം അവർ ചെയ്യുന്ന കാര്യം എന്താണ്? അവരിലും നമ്മളിലുമുള്ള ഒരു ബെസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതി. ഞാൻ അതേപ്പറ്റി അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇത്ര നന്നായിട്ട് എങ്ങനെയാണ് പെരുമാറുന്നത്? അപ്പോഴാണ് അവർ പറയുന്നത്, ചെറുപ്പത്തിൽ തുടങ്ങി അതിനൊക്കെ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ വശത്തെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. പേഴ്സണൽ ലൈഫിലൊക്കെ പല സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ പെരുമാറ്റം കണ്ടിട്ടാണ്. ഉദാഹരണത്തിന് പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ, ഒരു പെണ്ണ് കാണൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തീരുമാനം എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പെൺകുട്ടിയുടെ പെരുമാറ്റം. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ?
ഒരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ അയാളുടെ പെരുമാറ്റമാണ് നമ്മളെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഒരു ജോലി കിട്ടാൻ നമ്മളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകും. ആദ്യം ഒരു എലിമിനേഷൻ പ്രോസസ്സാണ്. നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു തീരുമാനമെടുക്കും. ഇത്ര ശതമാനത്തിൽ കൂടുതലുള്ളവർക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് നടത്താം. അവർ പറയുന്ന ആ ഒരു ശതമാനം ഇല്ലാത്ത ആളുകളൊക്കെ എലിമിനേറ്റഡ് ആയി. അത് കഴിഞ്ഞ് ടെസ്റ്റ് എഴുതി, ടെസ്റ്റിൽ വെച്ചും കുറേ പേര് എലിമിനേറ്റഡ് ആവും. അവസാനം ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലേ, ആ ഇൻ്റർവ്യൂവിൽ നമ്മളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് നമ്മുടെ പെരുമാറ്റം. അപ്പോൾ എല്ലാവർക്കും തോന്നുമല്ലേ നല്ലൊരു പെരുമാറ്റം പരിശീലിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഓർക്കണം. നമ്മൾ നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചില നിയമങ്ങളുണ്ട്, ചില ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല പെരുമാറ്റത്തിന് ഉടമയാകും. പക്ഷേ ഉള്ളിലും കൂടി മാറ്റം വരണം. ആ നന്മ മനസ്സിലും കൂടി ഉണ്ടാവണം. അല്ലാതെ ബാഹ്യമായിട്ടുള്ള കാര്യം മാത്രമായി കഴിഞ്ഞാൽ അതിനധികം കാലം നിലനിൽപ്പുണ്ടാവില്ല. ഈ സെയിൽസ് ടെക്നിക്സ് ഒക്കെ പഠിക്കാൻ പോയിട്ട് ചിലർ തിരിച്ചു വരുമല്ലോ. അതായത് അവിടെ വെച്ച് പഠിപ്പിക്കും, നമ്മൾ കസ്റ്റമർ വരുമ്പോൾ ചിരിക്കണം, ഗുഡ് മോർണിംഗ് പറയണം, എന്തേ വന്നു എന്ന് അന്വേഷിക്കണം. അപ്പോൾ അതെല്ലാം പഠിച്ച് തിരിച്ചു വന്നിട്ട് ഇവരിതുപോലെയൊക്കെ പെരുമാറും. പക്ഷേ ഈ കസ്റ്റമറെ കാണുമ്പോൾ ഇയാളുടെ ഉള്ളിൽ തോന്നുകയാണ് രാവിലെ പണിയൊന്നുമില്ല എന്നിട്ട് ഓരോന്നെ കയറി വരുന്നുണ്ട്. ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ കുറച്ച് കാലമൊക്കെ നമുക്ക് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു നിലനിൽപ്പുണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലും മാറ്റം വരണം. നമ്മുടെ സഹജീവികളോട് താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടാവണം. 100% ആളുകളോടൊന്നും ഇത് സാധ്യമല്ല കേട്ടോ. പക്ഷേ മനുഷ്യരെക്കുറിച്ചുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്താണെന്നോ, നമ്മൾ ഇതുപോലെയുള്ള ഏത് കാര്യം പറയുമ്പോഴും ഒരു മെജോറിറ്റിക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. മനുഷ്യരങ്ങനെയാണ്. ഒരു മെജോറിറ്റിക്ക് പറ്റിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ പറ്റും, പ്രായോഗികമാക്കാൻ പറ്റും. ഇതിൽ പെടാത്ത ഒരു ചെറിയ വിഭാഗം ഉണ്ടാവും, അവരെ നമ്മൾ അങ്ങോട്ട് വിടുക. പണ്ട് ഞങ്ങൾക്കൊരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, മിക്കവാറും എല്ലാവർക്കും പ്രിയങ്കരനായ പ്രിൻസിപ്പൽ. അപ്പോൾ അദ്ദേഹം യാത്രയപ്പ് സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ കലാലയത്തിൽ എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു, പക്ഷേ 2 ആളുകൾ എനിക്കെതിരായിട്ട് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കോളേജിൽ 200 അധ്യാപകരാണുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ, ഈ 2 ആളുകളും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ബാക്കി 198 പേരും എനിക്കെതിരായനെ. അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും, അവരെ നമുക്ക് വിടാം. പക്ഷെ ഒരു മെജോറിറ്റി, അവരിൽ നിന്നൊരു ബെസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരാനും നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷൻ ഉണ്ടാക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം. ആ പെരുമാറ്റത്തിനെ സഹായിക്കുന്ന 10 നിയമങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൂൾ നമ്പർ 1, പെരുമാറ്റത്തിൽ നമ്മുടെ അപ്പിയറൻസ് ഇല്ലേ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ. 2 ആളുകൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അവർ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങും. ഒരാളെ നമ്മൾ കാണുമ്പോൾ തന്നെ അയാളെക്കുറിച്ച് പലതും ചിന്തിക്കുമല്ലേ, ഇയാളാൾ കൊള്ളാം, അല്ലെങ്കിൽ ഇയാളെന്താ ഇങ്ങനെ പല ചിന്തകളും നമുക്കുണ്ടാവും. നമ്മുടെ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. 1 നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം. 2 വസ്ത്രം. 2 വൃത്തിയുള്ളതായിരിക്കുക. ഇപ്പോൾ വസ്ത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് വിലപിടിപ്പുള്ള വസ്ത്രമല്ല, പക്ഷേ നല്ല വെടിപ്പും വൃത്തിയുമുള്ള വസ്ത്രങ്ങൾ. അതും ചുളിവൊന്നും കൂടാതെ നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളാണെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണം. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ മാതൃകയായിട്ട് എൻ്റെ മുന്നിലുള്ളത് എൻ്റെ ഭർത്താവ് തന്നെയാണ് കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അദ്ദേഹം ടിപ്പ് ടോപ്പായിട്ട് പോവുകയുള്ളൂ. ജോലിക്ക് പോയിരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. ആ റിട്ടയർ ചെയ്യുന്ന ദിവസമില്ലേ, ലാസ്റ്റ് ഡേ, അന്നും ഷൂ എല്ലാം പോളിഷ് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് വസ്ത്രധാരണം ചെയ്ത് പോയിരുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഇത്രയും വർഷങ്ങളായെങ്കിലും എവിടെ പോകുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കും കേട്ടോ. എനിക്ക് ശ്രദ്ധ പോരാന്ന് എനിക്കറിയാം. അതുപോലെ സന്ദർഭത്തിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുക. മറ്റുള്ളവർക്ക് കാണുമ്പോൾ അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം നടത്താതിരിക്കുക. ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പലതും അരോചകമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അതുപോലെ ശരീരവും കുളിച്ച് വൃത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളതും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇക്കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധയുണ്ടെന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് നല്ലതാണ്. കാരണം സ്വന്തം കാര്യത്തിൽ കരുതലില്ലാത്ത ആൾ മറ്റുള്ളവർക്ക് എന്ത് കരുതൽ കൊടുക്കാനാണ്? ശരിയായിട്ടുള്ളൊരു ചിന്തയല്ലേ അത്? സെക്കൻഡ് റൂൾ, നമുക്ക് നമ്മുടെ പെരുമാറ്റത്തിലൂടെ
പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണം. ചില ആളുകളിലേക്ക് മറ്റുള്ളവർ ഒരുപാട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാണ്. ഈ പോസിറ്റിവിറ്റി ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. പ്ലസന്റ് ഫേഷ്യൽ എക്സ്പ്രഷൻ, ചിരിക്കാനായിട്ട് നമുക്ക് 10 പൈസ ചിലവില്ല കേട്ടോ. അതിന് ഒരു മടിയും വിചാരിക്കരുത്. നല്ല ഒരു പുഞ്ചിരി മനസ്സിലുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജിയാണ്. അത് പെട്ടെന്ന് മറ്റുള്ളവരിലും ആ പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ? ഒരാൾ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അയാളും തിരിച്ച് പുഞ്ചിരിക്കും. അതുപോലെ നമ്മുടെ അടുത്ത് കുറച്ച് പോസിറ്റീവ് വേർഡ്സ്, മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒന്നാണ് നമ്മൾ അവരോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അവരിൽ കാണുന്ന നല്ല കാര്യങ്ങൾ അത് പറയാനായിട്ട് മടി വിചാരിക്കരുത്. അപ്പോൾ അതിന് നമ്മുടെ അടുത്ത് കുറേ പോസിറ്റീവ് വേർഡ്സ് ഉണ്ടാവണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഡിക്ഷണറിയിൽ എന്തുമാത്രം പോസിറ്റീവ് വേർഡ്സ് ആണുള്ളതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് അമേസിങ്, വണ്ടർഫുൾ, ഗ്രേറ്റ്, എക്സലൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ്. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ട്, നമ്മുടെ കൾച്ചറിൽ എത്ര നന്നായിട്ട് ഒരാൾ കാര്യങ്ങൾ ചെയ്താലും, എത്ര നല്ലതാണെന്ന് നമുക്ക് തോന്നിയാലും, മിക്കവാറും പേര് പറയുന്ന ഏറ്റവും വലിയൊരു വാക്കെന്ന് പറഞ്ഞാൽ കൊള്ളാം, തരക്കേടില്ല, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഗുഡ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇറ്റ് ഈസ് എക്സലൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം തെറ്റിദ്ധരിക്കപ്പെടും. ജെന്വിൻ ആകുക എന്നുള്ളത് പെരുമാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. റൂൾ നമ്പർ 3, ആക്റ്റീവ് ലിസണിങ്. സംസാരിക്കുക, ശ്രദ്ധിക്കുക. ഇത് രണ്ടും നമ്മുടെ പെരുമാറ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലും നമുക്കൊരു ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് സംസാരിക്കുന്ന ആൾക്ക് ബോധ്യപ്പെടണം. അതിന് പല കാര്യങ്ങളും വേണ്ടി വരും. ബോഡി പോസ്ചറും ഐ കോണ്ടാക്റ്റും ഫേഷ്യൽ എക്സ്പ്രഷനും എല്ലാം അതിനകത്ത് വലിയ പങ്ക് വഹിക്കുന്നു. ഒരു ലൈക്കബിൾ, ലവബിൾ പേഴ്സണാലിറ്റിക്ക് ഉടമയാകാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ആക്റ്റീവ് ലിസണിങ്. നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടും, അവരോട് എല്ലാവർക്കും സ്നേഹം തോന്നും. എന്നാൽ വളരെ സൈലൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ലിസണിങ്. നമ്മുടെ ചില ഡയലോഗുകളൊക്കെ ഇല്ലേ, ചിലർ സംസാരം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ എന്ത് പറയും, താൻ പറയാൻ പോണെന്ന് എനിക്ക് മനസ്സിലായി, അയാൾ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തും. അല്ലെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിരം ഡയലോഗുകൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റുക. 4th റൂൾ, പെരുമാറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റെസ്പെക്റ്റ്, ബഹുമാനം. ഈ ഒരു സംഭവം നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവണം. നമ്മൾ സ്വയം ബഹുമാനിക്കണം. സ്വയം ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയാറുള്ള ചില ഡയലോഗുകളൊക്കെ എടുത്ത് മാറ്റണം. എനിക്കിതൊന്നും ചെയ്ത് ശീലമില്ല, ഞാനല്ലെങ്കിലും കുഴപ്പക്കാരിയാണ്, എനിക്കല്ലെങ്കിലും ഭാഗ്യമില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റണം കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല. കാരണം സ്വയം ബഹുമാനിക്കാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സാധിക്കില്ല. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സമഭാവനയോടുകൂടി എല്ലാവരെയും കാണുക. എന്നെ പോലെ തന്നെയാണ് മറ്റേയാളും. ഒരിക്കലും പെരുമാറ്റത്തിൽ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാവും എവിടെയാവുമ്പോഴും. പക്ഷെ അത് പെരുമാറ്റത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചില ആളുകൾ ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് എൻ്റെ മുമ്പിൽ അയാൾ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ അയാളുടെ മുമ്പിൽ ഇരിക്കില്ല. ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറുന്നതിനോടൊപ്പം എവിടെയെങ്കിലും ചെന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും നമുക്കുമില്ല. ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ സീറ്റൊന്നും തരാതെ നമ്മളിങ്ങനെ നിർത്തും. അപ്പോൾ ഞാൻ ഈ സീറ്റിൽ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് നമുക്കിരിക്കാം. നിങ്ങൾ എഴുന്നേക്കും എന്ന് പറയുന്നവർ വളരെ അപൂർവമായിരിക്കും. മറ്റുള്ളവരാരായാലും നമുക്കൊപ്പം ഇരുത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പഴഞ്ചൻ ചിന്താഗതികളൊക്കെ ചിലപ്പോൾ മനസ്സിലുണ്ടാവും. അതൊക്കെ എടുത്ത് മാറ്റി എല്ലാ വ്യക്തികളും വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ ഒരു സമഭാവനയോടുകൂടി കണ്ടു പെരുമാറുക. റൂൾ നമ്പർ 5, പങ്ക്ച്വാലിറ്റി. നമ്മൾ കാരണം മറ്റുള്ളവരുടെ സമയം നഷ്ടപ്പെടാനിടയാകരുത്. സമയം അത്രയ്ക്കും വാല്യുബിളാണ്. നമ്മൾ വേറെ പലതും വേസ്റ്റ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. പക്ഷേ ഇക്കാര്യം നമ്മൾ വിട്ടുപോകും. എവിടെയെങ്കിലും വരുമ്പോൾ ആ കൃത്യസമയത്ത് ഇങ്ങോട്ട് എത്തിയാലേ ഒരുപാട് ആശങ്ക ഒഴിവാകും. ഒരു സ്ഥലത്ത് നമ്മൾ 10 മിനിറ്റ് നേരത്തെ എത്തി എന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ട് എത്താൻ പറ്റും. സ്ട്രെസ് ഫ്രീ ആണ്. സമയത്തിന് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും നേരത്തെ എത്താൻ. അത് നമുക്കൊരു വാല്യൂ അഡീഷനാണ്. റൂൾ നമ്പർ 6, മൈൻഡ്ഫുൾനെസ്. ഇത്രയേ ഉള്ളൂ. സ്ഥലകാല ബോധം ഉണ്ടായിരിക്കുക.
പെരുമാറ്റം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരും അതിനകത്ത് ഇൻവോൾവ് ആണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാനൊരിക്കൽ എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയി. കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് പോയത്. അപ്പോൾ രാവിലെ അവിടെ എത്തി. മണവാട്ടി അവിടെ ഇല്ല, ജോലി സ്ഥലത്ത് നിന്ന് വരുന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ ഒന്ന് പറഞ്ഞു, പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോഴെത്തും. അപ്പം ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. പെൺകുട്ടി വന്നിട്ട് ഒരാളെയും നോക്കാതെ നേരെ അകത്തേക്ക് കയറിപ്പോയി. അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തവരുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണെന്ന് തോന്നുന്നു. നമ്മളെ കൂടെയുള്ളവർക്ക് ഐ കോണ്ടാക്റ്റ് കൊടുക്കുക, അവർ സംസാരിക്കുമ്പോൾ അതിൽ ഇൻവോൾവ് ആവുക, നമ്മൾ സംസാരിക്കുമ്പോഴും മറ്റേയാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. ഏഴാമത്തത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളാണ് കേട്ടോ, പേഷ്യൻസ് ആൻഡ് ഇമോഷണൽ കൺട്രോൾ. ഈ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ക്ഷമ, വൈകാരിക നിയന്ത്രണം, ഇത് രണ്ടും സൈഡ് ബൈ സൈഡായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. എനിക്ക് കുറച്ച് ക്ഷമ കുറവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവർ ചിലപ്പോൾ സംസാരം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചാടിക്കയറി ഓരോന്നെ പറയുക. ക്ഷമയില്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവില്ല. കാരണം നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉടനെ റിയാക്ട് ചെയ്യാൻ തോന്നും. അവിടെ ക്ഷമയുള്ളവരെന്ത് ചെയ്യും? ഒന്ന് വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് വരും. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ഷമയും വൈകാരിക നിയന്ത്രണവും ഇല്ലെങ്കിൽ അത് നമ്മുടെ തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ സ്വയം അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവർക്ക് അത് വലിയൊരു അസെറ്റാണ്. ഇത് പ്രാക്ടീസ് കൊണ്ട് ശരിയാക്കാൻ പറ്റും. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ വൈകാരിക നിയന്ത്രണവും കുറവായിരുന്നു. കുട്ടികളെയൊക്കെ ആദ്യകാലങ്ങളിൽ ക്ലാസ്സിൽ നിന്നൊക്കെ ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് വളരെയധികം നിയന്ത്രണത്തിലായി. എന്നാലും എൻ്റെ മോള് പറയാറുണ്ട് എനിക്ക് ക്ഷമ കുറവാണെന്ന്. ഈ റൂള് നമ്മളെ പെരുമാറ്റത്തെ ഏറ്റവും ഇഫക്റ്റീവാക്കി മാറ്റുന്ന ഒന്നാണ്. റൂൾ നമ്പർ 8, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. തുറന്ന് സംസാരിക്കുക. എന്നാൽ അവിടെ ഒരു നിയന്ത്രണം ഉണ്ടാവുകയും വേണം. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാവുന്നത് യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക, നോ പറയേണ്ടടുത്ത് നോ പറയുക. നമ്മൾ ഈ ആളുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും യെസ് പറയേണ്ടടുത്ത് നോ പറയാറുണ്ട്, നോ പറയേണ്ടടുത്ത് യെസ് പറയാറുണ്ട്. അത് നമ്മുടെ വിശ്വാസ്യതയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. അതുമല്ല നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യും. നമ്മുടെ കാര്യങ്ങൾ തുറന്നു കഴിയുമ്പോൾ ജീവിതം കുറേയും കൂടി ഈസിയാകും. അത് ബന്ധങ്ങളിൽ കുറച്ചും കൂടി അടുപ്പം ഉണ്ടാകും. റൂൾ നമ്പർ 9, സത്യസന്ധത. പെരുമാറ്റത്തിൽ വളരെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കുക. പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. സത്യം പറയാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പറയാതിരിക്കുക. അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ സത്യസന്ധത പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു പാരയാണ്. ഒന്നാമത്തത്, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ മറന്നു പോകും. സത്യമാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും പിന്നീട് സംസാരിക്കുക. പക്ഷേ സത്യമല്ലാത്തൊരു കാര്യം ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഓർക്കണമെന്നില്ല, നമ്മൾ വേറെ വല്ലതുമൊക്കെ പറയും. അപ്പോൾ മറ്റേയാൾക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ഇംപ്രഷൻ കുറയും, നമുക്ക് സത്യസന്ധതയില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സത്യസന്ധത നമ്മളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ സത്യം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. റൂൾ നമ്പർ 10, സ്ട്രോക്സ്. പെരുമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് സ്ട്രോക്സ്. ഇതിന് അനുബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സാമീപ്യം അറിയുന്നു എന്ന് കാണിക്കുന്ന ഏത് കാര്യവും സ്ട്രോക്കിൽ പെടും. പറ്റുന്ന സന്ദർഭങ്ങളിലെല്ലാം ഗുഡ് മോർണിംഗ് പറയണം, ചിരിക്കണം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ തോന്നിയാൽ അത് പറയുക. ഇതെല്ലാം പോസിറ്റീവ് സ്ട്രോക്സ് ആണ്. എനിക്കൊരാളോട് ദേഷ്യമുണ്ട്, അയാളെ കാണുമ്പോൾ എനിക്ക് വായിൽ തോന്നിയതൊക്കെ പറയുന്നു. അപ്പോൾ അയാളുടെ സാമീപ്യം ഞാൻ അറിയുന്നു, അത് ശരിയാണ്. അതിനെ നെഗറ്റീവ് സ്ട്രോക്ക് എന്നാണ് പറയുക. അപ്പോൾ നമുക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകം ഓർക്കേണ്ടത് അയാളെ കുറ്റപ്പെടുത്താതെ ആ കാര്യം അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നിങ്ങളിങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അവിടെ നമ്മൾ വളരെ വൈകാരിക നിയന്ത്രണത്തോടു കൂടി സംസാരിക്കുക. അതേസമയം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും. എന്നാൽ കുറ്റപ്പെടുത്താതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും.
അപ്പോൾ അതേക്കുറിച്ചൊരു അവയർനെസ്സും കോമൺ സെൻസും ഉണ്ടാവണം. അത് ധാരാളം മതിയാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്, പെരുമാറ്റം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലാണ്. അതിന് ചില നിയമങ്ങളുണ്ട്, ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളിതിലുള്ള അറിവില്ലായ്മ കൊണ്ട് കുറേ അബദ്ധങ്ങൾ ചെയ്തു പോകാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയുക, അറിഞ്ഞാൽ മാത്രം പോരാ, പ്രായോഗികമാക്കുക. ഞാൻ അങ്ങനെ പെരുമാറിയത് മോശമായിപ്പോയി, തെറ്റായിപ്പോയി എന്നൊരവസ്ഥ വരാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ ആ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. എന്നാലേ നോട്ടിഫിക്കേഷൻ സമയാസമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തൂ. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.